നമസ്കാരം, DKM ടോക്സിലേക്ക് സ്വാഗതം. നല്ലൊരു മഴക്കാലം. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് അധികം തിരക്കൊന്നുമില്ലാതിരിക്കുന്ന സമയത്ത് വീട്ടിലിരുന്ന് പഠിക്കാൻ ഒരു ചെറിയ കൊറിയോഗ്രാഫിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോസ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആസ് എൻ ആർട്ടിസ്റ്റ്, എന്നെയൊക്കെ പോലുള്ള കൊച്ചു ആർട്ടിസ്റ്റുകൾ ഞങ്ങളും ഒന്ന് വളരട്ടെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ നമ്മൾ ഈ ചെയ്തിരുന്ന കൊറിയോഗ്രാഫി എല്ലാം തന്നെ സിമ്പിൾ കൊറിയോഗ്രാഫിയാണ്. അതായത് ഞാനിപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കുക. നല്ല പോലെ ഇംപ്രൊവൈസ് ചെയ്ത് നല്ല ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പാടി കേട്ട് നമുക്ക് ഒരുപാട് പഴക്കം ചെന്ന അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടമുള്ള വീരനാം നളന്റെ ഭാര്യ, ഞാനത് പ്രോഗ്രാമിൽ ചെയ്യാറുള്ള പാട്ടാണ്. അതാണ് ഇന്ന് നമ്മൾ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാം, മുതിർന്നവർക്കും എല്ലാം അത് ചെയ്യാം. ഇതിനൊരു പ്രോബ്ലം, നമ്മൾ പാട്ടെടുത്താൽ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഇരുന്ന് പാടി തന്നെയായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം, നിങ്ങൾ അത് വെച്ചിട്ട് ചെയ്തോളാം. ക്ലിയർ? അപ്പോ വീരനാം നളന്റെ ഭാര്യ, അത് നമുക്ക് ലിറിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. അപ്പൊ ഈ പാട്ടിന്റെ ആദ്യം നമ്മൾ ഞാൻ എടുക്കുന്ന മ്യൂസിക്കിൽ, അതായത് നമ്മുടെ കപ്പാച്ചിയിൽ വന്നൊരു മ്യൂസിക് മോജോ പ്രോഗ്രാമിൽ വന്നൊരു വണ്ടർഫുൾ ഒരു കമ്പോസിഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ ഒരു മിക്സിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്, ഒരു സ്പെഷ്യൽ വണ്ടർഫുൾ റെൻഡറിങ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ പ്രോഗ്രാമിൽ ചെയ്യുന്നത് അന്വേഷിക്കുവാണ്. അതായത് ഇങ്ങനെ ആ താളത്തിൽ നമ്മൾ വരിക. ഓക്കെ, 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4. രണ്ട് സൈഡിലേക്ക് നമ്മൾ ഒന്ന് നോക്കി. അതാണ് അത്രയേ ഉള്ളൂ ഫസ്റ്റ് പാർട്ട്. അപ്പൊ ആദ്യം നമ്മൾ കടകാമ്പം പിടിച്ച് കറങ്ങി നോക്കി വരിക. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എങ്ങനെ വേണം ചെയ്യാം കേട്ടോ. നോക്കി വന്നു, അതിനുശേഷം വന്നു കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലേക്കും നോക്കിപ്പോയി. ഓക്കെ, അത് കഴിഞ്ഞാൽ അപ്പൊ അത് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. മ്യൂസിക്കിനനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീരനാം നളന്റെ ഭാര്യ സുന്ദരി ദമയന്തി കാന്തനെ കാണാനിറഞ്ഞു കാട്ടിൽ നടക്കുന്നു. അതാണ് നമ്മൾ ആദ്യം അന്വേഷിച്ചത് കേട്ടോ. അപ്പൊ വീരനാം നളന്റെ വീരനാം നളൻ രാജാവ്, നളന്റെ ഭാര്യ സുന്ദരി, നല്ല ഭംഗിയുള്ള. അപ്പൊ നമ്മൾ അലപന്മം പിടിച്ച് അങ്ങനെ കാണിക്കും. സുന്ദരി ദമയന്തി, അതെന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ദമയന്തി നമ്മുടെ എന്താണ് അതിന്റെ ഭംഗി കാണിക്കാം. സുന്ദരി ദമയന്തി ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുന്ദരി ദമയന്തി ഇങ്ങനെ എടുക്കാം. കാന്തനെ, അതായത് കാന്തനെ കാണാഞ്ഞു, കാന്തനെ കാണാഞ്ഞ് അലഞ്ഞു. രണ്ട് സൈഡിലേക്ക് എടുക്കാം, ഒരു സൈഡിലേക്ക് എടുക്കാം. എന്നിട്ട് കാട്ടിൽ നടക്കുന്നു. കാട്ടിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എവിടെയാണ് കാന്തനുള്ളത് നോക്കിയിട്ട് നടക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് ഒരു തവണ അങ്ങനെ. എങ്ങനെയാണത്? വീരനാം നളന്റെ ഭാര്യ സുന്ദരി ദമയന്തി കാന്തനെ കാണാഞ്ഞലഞ്ഞു കാട്ടിൽ നടക്കുന്നു. ഓക്കെ, അത് രണ്ടാമത് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ നമ്മള് താത്തയെ ചെയ്ത അളവ് വെച്ച് ചെയ്യുമ്പോ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, വീരൻ നളന്റെ ഭാര്യ ഒരുമിച്ച് പറഞ്ഞോ. അപ്പൊ സുന്ദരി ദമയന്തി. ഓക്കെ, അതിനുശേഷം കാന്തനെ കാണാഞ്ഞു. ഒന്ന് ചവിട്ടിയിട്ട് നമ്മൾ മൂവ് ചെയ്യാം. 1 2 3 4 1 2 3 4 കാട്ടിൽ നടക്കുന്നു.
അടുത്തത് കാന്തി അല്ലെങ്കിൽ കാന്തി കണ്ടടുത്തു വന്നു. ഭംഗി കണ്ടിട്ട്, ദമയന്തിയുടെ ഭംഗി കണ്ടിട്ട് കാന്തി കണ്ടടുത്തു വന്നു ഘോരനാം പെരുമ്പാമ്പ്. ക്ലിയർ? കാന്തി കണ്ടടുത്തു വന്നു ഘോരനാം പെരുമ്പാമ്പ്. പ്രാണഭയം പൂണ്ടവളും മുറവിളി തുടങ്ങി. തലയിൽ കൈ വെച്ചിട്ടൊന്ന് നമ്മൾ കറങ്ങി. ഓക്കെ, അപ്പൊ കാന്തി കണ്ട് അടുത്തു വന്നു ഘോരനാം പെരുമ്പാമ്പ് അല്ലെങ്കിൽ ഘോരനാം പെരുമ്പാമ്പ്. പ്രാണഭയം പൂണ്ടവളും മുറവിളി തുടങ്ങി. അതും 2 പ്രാവശ്യം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? രണ്ടാമത്തെ തവണ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ നമ്മളതിന്റെ ഓർഡർ ചെയ്യുന്നതില്ല. കാന്തി കണ്ടടുത്തു വന്നു ഘോര പെരുമ്പാമ്പ് എന്നെടുക്കുക. ഓക്കെ, ഒന്ന് കരയും. കാന്തി കണ്ടടുത്തു വന്നു ഘോരനാം പെരുമ്പാമ്പ്. വീണ്ടും ദമയന്തിയുടെ പ്രാണഭയം പ്രാണഭയം പൂണ്ടവളും. 2 തവണ നമ്മൾ വെച്ചാണ് പ്രാണഭയം പൂണ്ടവളും മുറവിളി തുടങ്ങി. 2 സൈഡിലേക്കും വിളിക്കുന്നു. ഓക്കെ, അടുത്ത ലൈൻ എന്ന് പറയുന്നത് മുറവിളി കേട്ടോടി വന്നു. ഒരു ശ്രുതി പാട്ട് കേട്ട് മുറവിളി കേട്ടോടി വന്നു വില്ലെടുത്തു വേടൻ. അതായത് ദമയന്തിയുടെ കരച്ചിൽ കേട്ടിട്ട് വേടൻ ഓടി വന്നു. വില്ലെടുത്ത് വേടൻ തയ്യാറായി. എന്തിനാണ്? പാമ്പിനെ വധിച്ച് ഇവളെയും കൊണ്ടുപോയാലോ എന്നുള്ള ചിന്തയില്. ആ ചിന്ത ഉറച്ച് വില്ലെടുത്തു പാമ്പിനെ കൊന്നു. എന്നിട്ട് ഒരു ചാഞ്ചല്യം നാണവും കൂടാതെ പതിയെ പതിയെ ദമയന്തിയുടെ അടുത്ത് വന്നു. ഇതാണ് അതില് പറയുന്നത്. അപ്പൊ എങ്ങനെ നമ്മളിപ്പം മുറവിളി കൂട്ടി എന്നുള്ളത് നമ്മൾ പറഞ്ഞു നിൽക്കണം കേട്ടോ. അപ്പൊ അടുത്ത് എന്ത് ചെയ്യണം? മുറവിളി കേട്ടത് എവിടെന്നായിട്ട് ഈ സംഭവം കേൾക്കണമെന്ന് അറിയില്ലാതെ മുറവിളി കേട്ടോടി എത്തി. ഓക്കെ, വില്ലെടുത്തു വേടൻ. വില്ലെടുത്തു വേടൻ. അപ്പൊ വേടന്റെ മീശ. വില്ലെടുത്തു വേടൻ. വില്ലെടുത്തു വേടൻ. ഓക്കെ, പാമ്പിനെ വധിച്ചവളെ കൊണ്ടുപോക വേണം. കൊണ്ടുപോക വേണം. അതായത് കൊണ്ട് നമ്മൾ പാമ്പിനെ വധിച്ച് ഇവളെ കൊണ്ടുപോക വേണം. നമ്മള് ചുരുട്ടി മുഷ്ടി പിടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ അതിന്റെ ആഗ്രഹം ആവശ്യം കൊണ്ടുപോക വേണം എന്നുറച്ചു. അതായത് അങ്ങനെ മനസ്സിൽ എന്നുറച്ചു പാമ്പിനെ വധിച്ചുടനെ വേടൻ. അതായത് എന്ന് മനസ്സിൽ എന്നുറച്ചു പാമ്പിനെ വധിച്ചുടനെ വേടൻ. ഉടനെ കാണിക്കാനായിട്ട് നമ്മളിങ്ങനെ വേടൻ. ഒരു ശൃംഗാരം, മുഖത്തൊരു ശൃംഗാരം. അപ്പോ എന്നുറച്ചു പാമ്പിനെ വധിച്ചുടനെ വേടൻ. വേടൻ ചാഞ്ചല്യം കൂടാതടുത്തവൻ. ചാഞ്ചല്യം കൂടാതെ നാണമൊന്നുമില്ല. ചാഞ്ചല്യം കൂടാതടുത്തവൻ. അടുത്തവൻ അവളെ കയറി പിടിക്കാനായിട്ട് ചാഞ്ചല്യം. ഇങ്ങനെ നമ്മൾ അപേക്ഷിക്കില്ലേ? പ്ലീസ് നമ്മൾ പറയില്ല അതുപോലെ. അപ്പൊ ചാഞ്ചല്യം കൂടാതടുത്തവൻ കൊണ്ടൽ വിളിയാളെ. ഇപ്പൊ 4 മൂവ്മെന്റ്സ് ഇങ്ങനെ കൊടുക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാം കൊണ്ടൽ വിളിയാളെ. അതാ നമ്മൾ ദമയന്തിനെ തന്നെ കാണിക്കാനാണ്. കാണിക്കണത് ആരാണ്? നമ്മുടെ വേടനാണ് കാണിക്കുന്നത്. വേടന്റെ ഭാഗത്താണ്. അപ്പൊ ചാഞ്ചല്യം കൂടാതെ നീ എന്റെ കൂടെ പോരൂന്ന് ചോദിക്കാൻ വേണ്ടി ചാഞ്ചല്യം കൂടാതെ അടുത്തവൻ പിടിക്കാൻ വേണ്ടി. അടുത്തവൻ ആര്? കൊണ്ടൽ വിളിയാളെ. ഓക്കെ, അപ്പൊ ഇത് വേടം ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഭംഗിയായിട്ട് ചെയ്യുന്നത് നല്ല രസമാണ് ചെയ്യാനായിട്ട്. ഇനി
വേടൻ അവളെ പിടിക്കാൻ വേണ്ടി നോക്കുന്നതാണ്. നമ്മൾ രണ്ടുപേരൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാം. ആ മ്യൂസിക് അങ്ങനെയാണ് കേട്ടോ. അപ്പം വീണ്ടും നമുക്ക് കാണിക്കാം. അപ്പൊ അവള് ആരുടെ വീണ്ടും ഓടിക്കുകയാണ്. ഓ ഗോ എന്ന് പറഞ്ഞു. ഇപ്പൊ വീണ്ടും അവന്റെ നല്ല പൗരുഷമൊക്കെ ഇങ്ങനെ നല്ല വീശയൊക്കെ ഉണ്ട്, മസിലൊക്കെ ഉണ്ട്, അങ്ങനെ കാണിക്കുകയാണ്. അപ്പൊ അവള് ഓ എന്തൊരു ശല്യത്, പോതി എനിക്കിതൊന്നും കാണണ്ട, അങ്ങനെ കാണിക്കാം. ഇത് നിങ്ങൾക്ക് മാറി മാറി ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അത് ഞാനിപ്പോ അങ്ങനെ നിർബന്ധം പറഞ്ഞല്ല, അങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട് അടവായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ അതിനകത്ത് ഓടിക്കുവാണ്. പിടിക്കാൻ നമ്മൾ ഓക്കെ പിടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയാണ്. വേടൻ ദേഷ്യത്തിന് വന്ന് നിൽക്കുകയാണ്. ഓക്കെ അതിന് എത്ര ഓടിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പൊ അത് നിങ്ങൾ ആ മ്യൂസിക്കിനനുസരിച്ച് ചെയ്ത് നോക്കണം. ഓക്കെ ഞാൻ മ്യൂസിക് ഇടാത്ത എന്താന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് അടിച്ചടിച്ച് വന്നോണ്ടാണ് എല്ലാത്തിനും അങ്ങനെ വരും പാട്ടുകൾ. ഓക്കെ അതിന്റെ ബാക്കി പറയും. അതിന്റെ അടുത്തത് അപ്പൊ വേടനൊരു ദേഷ്യമാണ്, ഇവിടെ കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ അടുത്തത് പ്രലോഭനമാണ്. അപ്പൊ ദേഷ്യപ്പെട്ടതിന്റെ പക്ഷേ ഈ അടുത്ത വഴി ഇപ്പൊ പട്ടുചേല, അതായത് പട്ടുചേല ഞാൻ നിനക്ക് തരാമെന്നത് എങ്ങനെ കഴിക്കണം? പട്ട് കൂടെ കുറച്ചേല ഞാൻ തരുവേ ബാലെ, എന്റെ പ്രിയപ്പെട്ടവളെ ഞാൻ തരുവേ ബാലെ, നീ എനിക്ക് ഭാര്യയായി, നീ എനിക്ക് ഭാര്യയായി ഇരുന്നിടുക. അതായത് ഇടതുവശത്ത് വാമഭാഗം നമ്മൾ പറയില്ല. അപ്പൊ നീ എനിക്ക് ഭാര്യയായി ഇരുന്നിടുക വേണം. അത് വേണം, എനിക്ക് വേണം, വേണം ഇങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പം പട്ട് ഉടവ അത് ഞാൻ നിനക്ക് തരുമെൻ ബാലേ, ഞാൻ നിനക്ക് തരും, നീ എനിക്ക് ഭാര്യയായി ഇരുന്നിടുക വേണം. അപ്പൊ അത് രണ്ടാമത് ചെയ്യുമ്പോൾ താതേ ചെയ്ത പട്ട് കൂരച്ചേല ഞാൻ തരുമെൻ ബാലേ, നീ എനിക്ക് ഭാര്യയായി ഇരുന്നിടുക വേണം, വേണം. ഓക്കെ അപ്പൊ ദുഷ്ടനാകും കഷ്ടവാക്കു കേട്ടു. അപ്പൊ അടുത്ത് ഈ ദുഷ്ടനായ ഈ വേടന്റെ കഷ്ടവാക്ക് കേട്ട് ഇവള് പറയാണ്, ഞാനൊരു കുലസ്ത്രീ, നീചനല്ലോ നീ എന്ന്. ഞാനൊരു കുലസ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു ഭർത്താവ്, അത് പാതിവൃത്യത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീയാണ്, നീ ഒരു നീചനാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ദുഷ്ടനാകും വേടനുടെ, ദുഷ്ടനാകും എന്നുള്ളത് നമ്മൾ എങ്ങനെ കാണിക്കുന്നറിയോ? ഈ മനസ്സ്, ഹൃദയം ഇങ്ങനെ വെക്കാറുണ്ട്. ദുഷ്ടനാകും ഇങ്ങനെ 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 കുത്തം. അതായത് ദുഷ്ടനാകും വേടനുടെ, വേടനുടെ വേടൻ, ദുഷ്ടനാകും വേടനുടെ കഷ്ടവാക്കു കേട്ട്, കഷ്ടവാക്കു കേട്ടാല് കഷ്ടവാക്കു കേട്ട് ഞാനൊരു കുലസ്ത്രീമണി, കുലസ്ത്രീ എന്ന് വെച്ചാൽ താലിയിൽ വിശ്വസിക്കുന്നവൾ നടത്തവർ. ഞാനൊരു കുലസ്ത്രീമണി നീചനല്ലോ നീയ, ഇതാണ് പറയുന്നത്. അതായത് ദുഷ്ടനാകും വേടനുടെ കഷ്ടവാക്കു കേട്ട് ഞാനൊരു കുലസ്ത്രീമണി നീചനല്ലോ നീയ. രണ്ട് പ്രാവശ്യം കേട്ടോ. നമ്മളിത് കുറച്ച് മൂവ് ചെയ്ത് നടന്ന് ചെയ്യണം, കാരണം ഇത് അങ്ങനത്തെ പ്ലേ ആണ്, നടന്ന് ചെയ്യണതാണ്. അപ്പൊ അത് നമുക്ക് നേരെ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം നമ്മൾ അവനോട് തന്നെ പറയാം. എന്താണത്? ദുഷ്ടനാകും വേടനുടെ കഷ്ടവാക്കു കേട്ട് ഞാനൊരു കുലസ്ത്രീമണി നീചനല്ലോ നീയ. ദുഷ്ടനാകും വേടനുടെ കഷ്ടവാക്കു കേട്ട് ഞാനൊരു കുലസ്ത്രീമണി, കുലസ്ത്രീമണി അല്ലെങ്കിൽ
ഞാനൊരു കുല സ്ത്രീമണി, അതായത് താലി കെട്ടിയവരെ മാത്രം പ്രണയിക്കുന്ന ഒരു കുല സ്ത്രീമണി നീ ജനലോ നീയ. എന്നുടെ അടുത്തത് എന്നുടെ മനസ്സിൽ പാതിവൃത്യം, പാതി താലി കേട്ടോ, പാതിവൃത്യം അല്ലെങ്കിൽ പാതിവൃത്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാതിവൃത്യം ഉണ്ടെന്നാകിൽ നീ എൻ്റെ അടുത്ത് വന്നെടുക്കുമ്പോഴത്തേക്കും ഭസ്മമായി പോകാം എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ മനസ്സിൽ പാതിവൃത്യമുണ്ടെങ്കിൽ നീ വന്നെടുക്കും മുന്നേ തന്നെ, വന്നെടുക്കും മുന്നേ തന്നെ ഭസ്മമായി പോകും. ഓക്കെ, അപ്പൊ എന്നുടെ മനസ്സിൽ പാതിവൃത്യമുണ്ടെന്നാകിൽ വന്നെടുക്കും മുന്നേ തന്നെ ഭസ്മമായി പോകും. എന്നുടെ മനസ്സിൽ പാതിവൃത്യമുണ്ടെന്നാകിൽ വന്നെടുക്കും മുന്നേ തന്നെ ഭസ്മമായി പോകും, ഭസ്മമായി പോകും, ഭസ്മമായി പോകും. ഇങ്ങനെയാണ് നമ്മളത് അവസാനിപ്പിക്കുന്നത്. അപ്പം വേണമെങ്കിൽ പിന്നോട്ട് പോവുകയാണ് ഇവിടെ, ഭസ്മമായി പോകും. ഇത്രയാണ് അതിന്റെ ഒരു ആക്ട്. എനിക്ക് പാട്ട് വെച്ച് ചെയ്ത് തരണമെന്നുണ്ട്, പക്ഷേ അത് ചെയ്യാൻ പ്രശ്നം എന്താണ്, പേടിയാണ്. കാരണം ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. അപ്പൊ ലിങ്ക് ഞാനിടാം, നിങ്ങൾ ആ പാട്ട് വെച്ച് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും കേട്ടോ. അതായത് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ കളിച്ച് കാണണോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇത് വളരെ ചെറിയൊരു സോങ് ആണ്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഡാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പഠിക്കാൻ പറ്റും. എന്ത് കാര്യം ഉണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ താഴെ എനിക്ക് മെസ്സേജ് ചെയ്തോളൂ, ഞാൻ ഇട്ട് തരാം, അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഈ സോങ്ങിനനുസരിച്ച് ഈ കൊറിയോഗ്രാഫി ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. ടേക്ക് കെയർ, ബൈ.